ഈസിയിലേക്ക്. ഹലോ ഗായ്സ്, നമ്മളപ്പോൾ വീണ്ടും ഒരു ഹൈക്കിങ്ങിന് വന്നിരിക്കുകയാണ്. വേറെ അല്ലേ, ടീപോട്ട് മൗണ്ടൻ തന്നെ. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നമ്മൾ UV ജാക്കറ്റെല്ലാമായിട്ട് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഹൈക്ക് ചെയ്ത് കയറി തുടങ്ങുകയാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ടീപോട്ട് മൗണ്ടനിൽ വെച്ച് ഹൈക്ക് അവസാനിപ്പിക്കാറാണ് പതിവ്. പക്ഷേ നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഒരു നഗ്നസത്യം അറിഞ്ഞത്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വീണ്ടും കുറേ ഹൈക്ക് ചെയ്ത് പോകാമെന്ന്. അപ്പോൾ നമ്മളിന്നൊരു വലിയ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഉദ്ദേശത്തിലാണ് ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നോക്കാം നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ഇതാണ് നമ്മുടെ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യണം സുഹൃത്തുക്കളെ. ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യാം, വരൂ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആ കാണുന്നുണ്ടോയെന്നറിയില്ല, അവിടെ ഉള്ളൊരു മൗണ്ടൻ ടോപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത മൗണ്ടനിലോട്ട് ഹൈക്ക് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയില്, നമ്മുടെ സ്റ്റെപ്സും അല്ലാതെയുള്ള റോഡുകളുള്ള ഹൈക്കിംഗ് ട്രെയിലിൻ്റെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കുള്ളത് ഇതുപോലെ നല്ല ഉരുളൻ കല്ലുകൾ കിടക്കുന്ന റോക്കി ആയിട്ടുള്ള ഒരു ഹൈക്കിംഗ് ട്രെയിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റോക്കി ആയിട്ടുള്ള ഒരു മൗണ്ടനാണ്. അത് നമ്മൾ ക്ലൈംബ് ചെയ്ത് കയറണം, റോപ്സും ബാക്കിയുള്ള സാധനങ്ങളും യൂസ് ചെയ്ത്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കൂടെ കയറാം. നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഒന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. നമ്മൾ കംപ്ലീറ്റ്ലി വേർത്ത് പോയിട്ട്, നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് എന്നിട്ട് തിരിച്ച് കയറാമെന്ന് വിചാരിക്കുകയാണ്. നമ്മളിവിടെ ഒരുപാട് വട്ടം ഹൈക്ക് ചെയ്ത് വന്നിട്ടുള്ള ഭാഗമാണ് ഇത് കഴിഞ്ഞുള്ള പോർഷനാണ് നമ്മൾ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ന് വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും മേഘങ്ങളാണ്. അപ്പോൾ ഈ മൗണ്ടൻ ടോപ്പ് ചുറ്റും ഈ മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ഒരു ബെഡ് പോലെ. സോ നല്ല രസമുണ്ട് കാണാൻ. നിങ്ങളൊന്ന് കണ്ടു. നമ്മൾ സ്ഥിരമായിട്ട് ഹൈക്ക് ചെയ്ത് വരുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്, ടീപോട്ട് മൗണ്ടൻ്റെ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വേറൊരു ലൂപ്പ് എടുക്കാൻ പോവാണ്. അതിൻ്റെ വഴി ഏകദേശം ഇതാണെന്ന് തോന്നുന്നു. നമുക്കപ്പോൾ ഫസ്റ്റ് ടൈമാണിത്, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ബട്ട് ലെറ്റ്സ് ട്രൈ. അപ്പോൾ നമ്മൾ അതിസാഹസികമായി ഇത്രയും ഭാഗം ക്ലിയർ ചെയ്തിരിക്കണം. ഇനി നമുക്ക് എത്ര ദൂരം നടക്കാനുണ്ടെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ 1-2 കിലോമീറ്റർ നടക്കാനുണ്ടെങ്കിൽ നമുക്കത് വലിയ വിഷയമല്ല, നമുക്ക് നടക്കാം. പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഈ മലയുടെ അടിയിൽ കൂടെ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ കയറി വരാം സാധാരണ. എന്താ ഇതിൽ പിടിച്ചോ? അങ്ങനെ പിടിച്ചു വന്നു. ഇത് മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങി വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ടാണ് പോകണ്ടേ? നമ്മളതാ അവിടെ എത്തണം, ആ ടോപ്പിലെത്തണം.
യൂഷ്വലി നമ്മൾ യാത്ര അവസാനിപ്പിക്കുന്ന ടീപോട്ട് മൗണ്ടൻ്റെ പുറകിലൂടെ നമ്മൾ അത് കംപ്ലീറ്റ് ആ റോക്കിനെ നമ്മൾ കവർ ചെയ്ത് വന്ന് ഇതുവഴി നേരെ പോയി എത്തേണ്ട അടുത്ത ഡെസ്റ്റിനേഷനാണ് ബാൻ പിങ് ഷാൻ മൗണ്ടൻ. അതാണ് ആ ദൂരെ കാണുന്നത്. അപ്പോൾ നമ്മൾ ടീപോട്ട് മൗണ്ടൻ ഹൈക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഭയങ്കര സ്ലിപ്പറിയാണ്, കാരണം കുറേ അധികം കല്ലുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയുന്നില്ല. കുറേ അധികം കല്ലുള്ളതുകൊണ്ട് സ്ലിപ്പറി കോഷൻസ് എല്ലായിടത്തും ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളത് കയറി പോകുമല്ലോ, നമ്മളതിനാണല്ലോ വന്നിട്ടുള്ളത്, അഡ്വഞ്ചർ ട്രിപ്പാണല്ലോ. പക്ഷേ ആകെയുള്ള എൻ്റെ കൺസേൺ ഇപ്പം ഈ മേഘം പോലുള്ള എന്തോ ഒരു സാധനം മൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പിലോട്ട് എത്തുമ്പോൾ ആ വ്യൂവിനെ അത് ബാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണ്. വയ്യാണ്ടായിരിക്കുന്നു കുട്ടിക്ക്. ടയേർഡായി. നമ്മന് ഫുഡ് കഴിക്കാനുള്ള സമയമായിരിക്കണം. ഞാൻ കുറച്ച് ടയേർഡായി, സത്യം പറയണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് നിന്ന് 5 മിനിറ്റ് നമ്മൾ ഈ വെതറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ 5 മിനിറ്റ് നമ്മൾ ഒന്നിരിക്കുമ്പോഴത്തേനും നല്ലപോലെ റിഫ്രഷ്ഡ് ആവുന്നുണ്ട്. സോ ഇനി നമുക്ക് കയറാനുള്ളത് ഇത്രയും വലിയ കയറ്റാണ്. സ്റ്റെപ്സ് അല്ല, ഈ റോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിടിച്ച് കയറി പോകേണ്ടത്. ഓക്കെ, ഒട്ടും ഈസിയല്ല. ഈസിയില്ലായിട്ട് അതുവരെ ഓക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഭാഗത്തോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ടയറിങ് ആയിട്ടുള്ള ഹൈക്ക് കേട്ടോ, അത്ര എളുപ്പമല്ല. ബട്ട് സ്റ്റിൽ വി മേഡ് ഇറ്റ്. കുഴപ്പമില്ല, ഇനി നമ്മൾ ബാക്കിയുടെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. സോ ഈസ് ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത് കയറുന്നതിൽ കുറച്ച് റോപ്പ് യൂസ് ചെയ്തുകൊണ്ട് കയറാനുള്ള ഒരു പോർഷനാണുള്ളത്. അത് കുറച്ച് റിസ്ക്കിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നല്ല ടയറിങ് കേട്ടോ. വെതറും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്, നല്ല സണ്ണി ആയതുകൊണ്ട് കുറച്ചധികം ടയറിങ് ആണ്. പക്ഷേ സ്റ്റിൽ കുഴപ്പമില്ല. കുറച്ച് നമ്മൾ പതുക്കെ സ്ലോ ആയിട്ട് എനർജി ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് വരുന്നതുകൊണ്ട് ഓക്കെ, മാനേജബിളാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറിയാലോ. ഈ വഴി വേട്ടോ, ഇങ്ങനെ ആ കയറിക്കോ, പിടിച്ചോ, അതിൽ പിടിച്ചോ. Yes. Yes. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. കാണേണ്ടത് തന്നെയാണ്, കണ്ടില്ലെങ്കിൽ മിസ് ചെയ്തേനെ.
സോ നമ്മൾ ഈ ഹെക്റ്റിക്കായിട്ടുള്ള ഒരു പോർഷൻ കവർ ചെയ്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പിന്നെയും പോകാനുണ്ട്, നമ്മുടെ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നമുക്കിനി അടുത്തത് ബാൻ പിങ് ഷാൻ മൗണ്ടെയിൻ ആണ് നമ്മളിനി ഹൈക്ക് ചെയ്ത് പോകുന്നത്. അതിന് പോകാനുള്ള വഴിയാട്ടോ ഇത്. ഈ റോക്കിന് ചുറ്റും ചെറിയ ചങ്ങലയും റോപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പിടിച്ച് വേണം നമുക്ക് ഇനി നമ്മുടെ ഹൈക്കിംഗ് ജേണി കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നോ പറ്റില്ല എന്നോ എനിക്കറിയില്ലായിരുന്നു. അത്രയും സ്റ്റീപ്പായിട്ട് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്രയും ആ ഒരു നടക്കാൻ സ്ഥലം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തൂടെ എൻ്റെ ഫസ്റ്റ് ടൈമുള്ള ഒരു അനുഭവമാണ്. പക്ഷെ മനസ്സിനകത്തൊരു പേടി, ചിലപ്പോൾ എനിക്ക് ഈ ഹൈറ്റ് കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവാറുള്ളത്. ആ ഒരു പേടി പതുക്കെ പതുക്കെ ഇങ്ങനെയായിട്ട് ഞാൻ അതിനെ ഫേസ് ചെയ്യുന്നതുകൊണ്ട് മാറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. സക്സസ്ഫുള്ളി അങ്ങനെ നമ്മുടെ ആ ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഹാപ്പിയാണ്, പ്രൗഡാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. വിശക്കുന്നുണ്ട്, ഓറഞ്ച് ഉണ്ട്, കഴിച്ച് പതുക്കെ നമുക്ക് പിന്നെയും പോവാം. ഓക്കേ. നമുക്ക് ചുറ്റും കടലാണ്. ആക്ച്വലി ഈ മൗണ്ടൈൻ്റെ 180 ഡിഗ്രിയിൽ കടലാണ്. സക്സസ്ഫുള്ളി ബാൻ പിങ് ഷാൻ മൗണ്ടെയിൻ ഹൈക്ക് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കുറെ ഫ്ലൈറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ഹൈക്ക് മൗണ്ടെയിൻ പീക്ക് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ള വഴിയാണ്. നമുക്ക് വഴി അറിയില്ല, ആരോടിലൊക്കെ ചോദിച്ച് വേണം ഇറങ്ങാൻ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പീക്ക് കവർ ചെയ്തിരിക്കുന്നു. യെസ്, പകുതി ദൂരം എന്നാ പിന്നെ പകുതിയെങ്കിലും പകുതി ദൂരം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ചുറ്റും മലകളാട്ടോ. ചാടി ഇറങ്ങട്ടെ. നമ്മൾ ഇറങ്ങിയിരിക്കാം.
ഇനി തിരിച്ചെങ്ങനെ നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് വഴി ഉണ്ടോയെന്ന് അറിയില്ല. വന്ന വഴി കുറച്ച് റിസ്കി ആയതുകൊണ്ടും നമ്മൾ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടും മറ്റൊരു വഴിക്കായിരിക്കും ഇറങ്ങുക. അതെവിടാന്നറിയില്ല. നമുക്കപ്പോൾ ഇവിടെയുള്ള ഹൈക്കേഴ്സിനോട് ചോദിച്ചു പോവാം. ഓക്കെ, മാസ്മരിക്കും. അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാനില്ല. മാസ്മരിക്കും. സോ നമ്മളിത് നമ്മുടെ ഹൈക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. കാരണം കംപ്ലീറ്റ് ഇറക്കം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കഴിഞ്ഞല്ലോ. അപ്പോൾ ചോദിക്കും കഷ്ടപ്പെട്ടിങ്ങനെ വലിഞ്ഞു കയറേണ്ട വല്ല ആവശ്യമുണ്ടോയെന്ന്. പക്ഷെ അതല്ലേ ഒരു ത്രില്ല്, നമ്മളങ്ങനെ കയറുന്നത്. സോ യെസ്, നല്ല ഹൈക്കായിരുന്നു, വളരെ നല്ലതായിരുന്നു. എപ്പോഴും ഉള്ളത്രയും ടയേർഡ് ഫീൽ ഉണ്ടായില്ല. മനോഹരമായിട്ട് തന്നെ നമുക്ക് ഹൈക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെന്താ, യെസ്, ടോട്ടലി നല്ലായിരുന്നു. നമ്മൾ റോഡ് കൊണ്ടുവച്ചിരിക്കുന്നു. സോ യെസ്, ഇനിയിപ്പോൾ വലിയ കഠിനമേറിയ വഴികളൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് റോഡിലൂടെ ഇറങ്ങി എത്ര കിലോമീറ്റർ ഇറങ്ങണം എന്നറിയില്ല കേട്ടോ. എന്നാലും നമുക്ക് നോക്കാം. ദേ നീ പറഞ്ഞേ, ഫസ്റ്റ് കാണുന്ന ആ മൗണ്ടെയിനാണ് കീലിംഗ് മൗണ്ടെയിൻ. അത് നമ്മൾ ഓൾറെഡി ഹൈക്ക് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള ടീപോട്ട് മൗണ്ടെയിനാണ് ആ കുഞ്ഞിതായിട്ട് കാണുന്നത്. ഇത് നമ്മുടെ ബോപ്പിംഗ് ഷാൻ മൗണ്ടെയിൻ. യെസ്, നമ്മളൊരു ലെയറിലുള്ള എല്ലാ മലനിരകളും കീഴടക്കിയിരിക്കുന്നു. സോ ഓക്കെ, നമ്മുടെ ഹൈക്കിംഗ് ട്രെയിൽസ് വിട്ട് നമ്മൾ റോഡ് പിടിച്ചിരിക്കുകയാണ്. റോഡ് മാർഗം വഴിയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. സ്റ്റിൽ നമുക്ക് വഴി അറിയില്ല. നമ്മളിങ്ങനെ പോകുന്നുണ്ട്, റോഡുണ്ട്, നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ കാൽ തന്ന ദൈവം എന്തായിരുന്നു പറഞ്ഞ വഴിയും തരും. ശരി, വേണ്ട കട്ട്. ഓക്കെ, നമുക്ക് 3 കിലോമീറ്റർ താഴോട്ട് നടക്കാനാണുള്ളത്. അത് ഈ റോഡിലൂടെ. ഓൾറെഡി നമ്മൾ അറൗണ്ട് 4 കിലോമീറ്റർ ഹൈക്ക് ചെയ്ത് കയറിയിട്ടുള്ളതാണ്. അങ്ങനെ മൊത്തം 7 കിലോമീറ്ററാണ് വരുന്നത്. സോ ഓക്കെ, വിശന്ന് തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കുഞ്ഞ് സാൻഡ്വിച്ച്, ഒന്ന് പീനട്ട് ബട്ടറിൻ്റെയും അതുപോലെ വേറൊന്ന് സ്ട്രോബെറി ജാമിൻ്റെയും ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. സോ ഇതിനകത്ത് 2 ഉണ്ട്, ഒന്നല്ല. നമ്മൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് വളരെ പതുക്കെ ഇരുട്ടുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തോട്ട് എത്തുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ടീപോട്ട് മൗണ്ടൈൻ്റെ എക്സാക്ട് ഷേപ്പ് നമുക്ക് നല്ല ഭംഗിയിൽ വിസിബിളാണ്. അപ്പം നമ്മൾ അതിനകത്തൊരു പിടി ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളത് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എല്ലാം വളരെ മനോഹരമായി ആസ്വദിച്ച് ഇവിടെ ഇരിക്കുകയാണ്. നമുക്കിനി നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, അത് ദേ ആ കാണുന്ന ആ കുറച്ച് കാറുകൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് വേണം നമ്മളിനി എത്താൻ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിനിറങ്ങി ഇനി കുറച്ചധികം ദൂരം, ഇനിയും 1 കിലോമീറ്ററോളം നമുക്ക് നമ്മുടെ പാർക്കിങ്ങിലോട്ട് എത്താനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് പണ്ടത്തെ തായ്വാനിലെ ഗോൾഡ് മൈനിങ് ഏരിയ ആയിരുന്നു. സോ ഇപ്പം ഇത് ആക്റ്റീവ് അല്ല, പക്ഷേ ഇത് വിസിറ്റേഴ്സിന് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി കാണാവുന്നതാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഗോൾഡ് മ്യൂസിയം. ഒക്കെ ഒരു ഈവനിങ് എല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മളിതേ ഗോൾഡ് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. സോ പിന്നെ എസ്പെഷ്യലി നല്ല വെതർ ആയതുകൊണ്ടും പിന്നെ കുറച്ച് മഞ്ഞ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടും കുറേ കൂടെ രസമായിട്ടുണ്ട്. ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം അത് നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഓക്കെ, നമുക്കിപ്പം ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് നടന്ന് തന്നെ പോവാം. ഓക്കെ, പാമ്പുണ്ട്. നമ്മൾ ഹൈക്ക് ചെയ്ത് കയറുമ്പോൾ ഒരു നല്ല ഡിഷ് ഉണ്ടായിരുന്നല്ലോ, ആ ഹോട്ടലിൽ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് ഇത് മാത്രമാണെന്നാണ് തോന്നുന്നത്, എന്താ പേരൊന്നും അറിയില്ല. എന്തായാലും ഓർഡർ ചെയ്ത് അത് കഴിച്ച് തൽക്കാലം എടുത്ത് പോകും. സോ ഇതല്ലേ, ഇതാണ് പുഡിംഗ് വിത്ത് കാരറ്റ്.
jelly. ഓക്കെ This one, yeah. Cold or hot? കോൾഡ് കോൾഡ് Cold, okay. Thank you. സോ നമ്മൾ നമ്മുടെ ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിക്കാൻ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം അത് കാണുമ്പോൾ വളരെ യമ്മി ആയിട്ടുണ്ട്. എക്സി എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ള ഫുഡിന് വേണ്ടി ഉള്ള എൻ്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. കൊണ്ടുവരുന്നത് നമ്മുടെ ഐറ്റം. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ ഡെസേർട്ട് എല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നല്ലതായിരുന്നു. ടോഫു, ടാരോ ബാൾസ്, പിന്നെ കുറച്ച് എന്തുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഗ്രാസ് ജെല്ലി, അങ്ങനെയായിട്ട് ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു. 120 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 പേർക്ക് കഴിക്കാൻ ഓക്കെ ആയിരുന്നു. സോ ഇനി ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 300-400 മീറ്റർ ദൂരത്തിലാണ് നമ്മൾ നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. സോ നമ്മുടെ ഹൈക്കിംഗ് ഒഫീഷ്യലി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. വലിയൊരു ലൂപ്പ് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാനുള്ള സമയമായി. ഹൈക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? വളരെ സൂപ്പറായിരുന്നു. വളരെ നല്ലത്, നല്ല ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.